ऑटो वाले खानदानी पैसे वाले हम लोग 3000 कमाते डेली. വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നിട്ട് ഇവിടേക്ക്. ഇവരൊക്കെ ആരാ? ഇവിടെ അങ്ങനെ വലിയ പദവിയിലിരിക്കുന്ന ആരൊക്കെ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ചാർമിനാറിലെ കാഴ്ചകളാണ്. ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ നേരെ ഇറങ്ങി നേരെ കോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നേരെ ചാർമിനാറിനെ ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ട്. സോ അങ്ങനെ വന്നിറങ്ങിയിട്ടായിരുന്നു. സോ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടം വരെ എത്താൻ കോസ്റ്റ് ആയത് 65 രൂപ കേട്ടോ. സോ എൻ്റെ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ബഡ്ജറ്റ് ട്രാവലാണ്. അപ്പോൾ എങ്ങനെ മാക്സിമം ബഡ്ജറ്റ് പിടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. എങ്ങനെ ബഡ്ജറ്റ് പിടിച്ച് പോകാം, എങ്ങനെ സ്റ്റേ ചെയ്യാം, ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. അതാണ് എൻ്റെ യൂട്യൂബിൽ വീഡിയോസിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ചാർമിനാർ കാണുമ്പോൾ ഓൾഡ് ഹൈദരാബാദ് സിറ്റിയാണിത്. അപ്പോൾ നേരെ കാണുന്നതാണ് ചാർമിനാർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഭയങ്കര റഷാണ്. പിന്നെ ഇവിടെ കുറേ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ട് ഫ്രണ്ടിൽ. തൊട്ട് ബാക്കിൽ ചാർമിനാറിൻ്റെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക. ഇവിടെ ആരെയും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ കയറി വ്യൂവും കണ്ട് കാര്യവും കണ്ടിട്ട് പോവുക. ഇവന്മാർ പല കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് വീഡിയോ എടുത്തു തരാം അങ്ങനെ പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് വന്ന്. ഞാനപ്പോൾ എനിക്ക് ഹിന്ദി മനസ്സിലാത്ത പോലെ ഞാൻ അഭിനയിച്ച് അവനെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ഇൻ കേസ് ഞാൻ അവന് ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ അവനെ എടുത്താൽ ലോക്കലാണ്. അവൻ ക്യാമറ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ പോയ സീനാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇട്ട് ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് വന്ന് കണ്ടിട്ട് പോവുക. ഇവിടെ ആരെയും മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഒട്ടും നല്ല പൈസയില്ല. നമ്മളെ ലൂട്ട് ചെയ്യാൻ നടക്കണവന്മാരാ. ഞാൻ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറയണമല്ല, ബട്ട് നമ്മളെ ലൂട്ട് ചെയ്യാൻ നമ്മൾ സ്കാംസ് കുറേ നടക്കുന്ന സ്ഥലം. അപ്പോൾ നിങ്ങളത് സൂക്ഷിക്കുക, സേഫായിട്ട് യാത്ര ചെയ്യുക. ഈ സ്ഥലങ്ങളൊക്കെ കാണണം, എല്ലാവരും കാണണം. അതിനിപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീ ഭാഗ്യലക്ഷ്മി ടെമ്പിൾ ചാർമിനാർ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഇതിൻ്റെ പെയിൻ്റ് അടിക്കാത്ത ഒരു പെയിൻ്റ് അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ. ഇവിടെ ധാരാളം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇതൊക്കെ ഉണ്ടോ. എൻ്റെ ഒരു മൈൻഡിൽ ഇതിൻ്റെ ആരും ഇല്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് നമുക്ക് പോസിബിൾ ആയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴൊക്കെ നോക്കണം. ഇവിടെ രാവിലെ എത്തിപ്പെടണമെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മുടെ അവിടെ നിന്ന് 27-24 കിലോമീറ്റർ എന്തുണ്ട്. ബട്ട് ബസ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ റഷാണ്, ആകെ തിരക്കാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ച ടൈം എത്തിയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും എല്ലാവരും ക്യാമറയാണ്, ഫോൺ എല്ലാം സൂക്ഷിക്കുക. ഇവിടെ എത്തിയപ്പോൾ പിന്നെയും തിരക്കുറഞ്ഞു കേട്ടോ. ഇതാണ് മെയിൻ റോഡ്. ഇവിടെ നിന്ന് മെയിൻ എൻട്രൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ ബാക്ക് വഴിയാവുന്നത്. ചാർമിനാർ എവിടെ നോക്കിയാലും സെയിം ഒരു ലുക്കാണ്. ഇത്ര റേറ്റാണ്. ക്ലിപ്പിനൊക്കെ 10 രൂപയൊക്കെ ഉണ്ടല്ലോ. 10 രൂപ ആ റേറ്റിനൊക്കെ. മെയിനായിട്ട് ഇതൊരു മാർക്കറ്റ് മൂടാണ് കേട്ടോ. 2 hours later. നമ്മളങ്ങനെ വൈകുന്നേരം വന്നിട്ട് ഇവിടെ ഫുള്ള് കറങ്ങി നടന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കാണുന്നത് ചാർമിനാറിൻ്റെ രാത്രി കാഴ്ചകളാണ്. നമ്മുടെ ദേശീയ പതാകയുടെ കളർ പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ച, വെള്ള, ചുമപ്പ്. നൈസാണ്ടോ. നേരിട്ടാണല്ലോ ഒരു ഫീലാണ്. എത്ര വർഷങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ വരിക എന്നുള്ളത്. കുറേ ആൾക്കാർ സാധിച്ചു. എനിക്കാണെങ്കിൽ ഞാൻ ചൈൽഡ്ഹുഡിൽ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ ഞാനിപ്പോൾ തന്നെ പോയി കഴിഞ്ഞു കേട്ടോ. ആ ഒരു ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ ഓരോ യാത്ര പോകുമ്പോഴും നമ്മുടെ ഡ്രീംസും നമ്മുടെ ലെവല് മാറിക്കൊണ്ടിരിക്കണം. പുതിയ സ്വപ്നങ്ങൾ ഇനി സഞ്ചരിക്കണം. എല്ലാം നടക്കും, എല്ലാം ശരിയാവും.
ഫോർ ദി ബെസ്റ്റ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ ആഗ്രഹം വെച്ച് ജീവിക്കാതിരിക്കുക, എല്ലാം നടത്തുക മാക്സിമം. എൻ്റെ മൈൻഡിൽ പണ്ടുണ്ടായിരുന്നൊരു തോട്ട്, എനിക്ക് നല്ലതെന്ന് തോന്നിയൊരു തോട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ 21ാമത്തെ വയസ്സിൽ മരിക്കും, 21 വയസ്സ് വരെ ഞാൻ ജീവിക്കുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ടായി. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ജീവിക്കുന്ന കാര്യം മാക്സിമം അടിപൊളിയായിട്ട് ജീവിക്കുക, ആ ഒരു മൂഡിലാണ് ഞാൻ വന്നത്. സോ എനിക്കിപ്പോൾ ഈ സെപ്റ്റംബർ 5-ന് 22 വയസ്സായി. സോ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, എല്ലാ രീതിയിലും വൈബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയാലും യാത്രകളായാലും, മെയിനായിട്ട് യാത്രകളാണ്. സോ ഓവറോൾ ഒരു ബാലൻസ്ഡ് ആണ് ലൈഫ്. ഭയങ്കര ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ലോവർ എന്ന് പറയാൻ പറ്റില്ല, ബാലൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കറിയാനുള്ളത്, എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ നന്നായെന്ന് ഇപ്പോൾ തോന്നണം. ഞാൻ 21 കഴിഞ്ഞിട്ട് മരിച്ചിട്ടില്ല, നാളെ ചിലപ്പോൾ മരിക്കാം. ബട്ട് ഈ ഒരു മൊമെൻറ്റ് വരെ ഞാൻ ഹാപ്പിയാണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ അതൊക്കെയല്ലേ ഒരു ഇത്. നമ്മളെത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ അല്ല, ഇപ്പം എന്തൊക്കെ നേടി എന്തൊക്കെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടെന്നല്ല, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകില്ല. സോ ഉള്ള ടൈം ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതാണ് മെയിൻ ലക്ഷ്യമായിട്ട് എല്ലാവരെയും മൈൻഡ് ചെയ്യേണ്ടത്. എനിക്ക് പറയാനുള്ള കേട്ടോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചിലപ്പോൾ ഞാൻ പറയുന്ന തെറ്റുകളുണ്ടാവും. ഞാൻ ഒരു കംപ്ലീറ്റ് മാൻ, കംപ്ലീറ്റ് ഹ്യൂമൻ ഒന്നുമല്ല, എനിക്ക് മിസ്റ്റേക്ക് വരാം. സോ എന്താ പറയുക, നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ചാർമിനാറിന് എൻട്രിന്ന് കയറി ഇങ്ങോട്ട് വന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് മാർക്കറ്റ് ഏരിയയിലോട്ട് പോകണുണ്ട്. ഇവിടെ മുസ്ലിം പള്ളി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം പോപ്പുലേഷനാണ് ഭയങ്കര കൂടുതലായിട്ട് പോകുന്നത് കേട്ടോ. മുസ്ലിംസാണ് ഭൂരിപക്ഷം. ഒരു കാണുന്നതിൽ 70% ഒരു മുസ്ലിംസാണ്. ഒരു പർദ്ദയൊക്കെ ഫുൾ കവേർഡ് ആയിട്ടാണ് ഇതിൽ നടക്കുന്നത്. ഞാൻ കണ്ടോ കുറച്ച് പേരൊക്കെ പർദ്ദയിട്ടുണ്ട്, ഹസ്ബൻഡ് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവരെ മുഖം കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല, അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ മുസ്ലിംസ് ഭയങ്കര തീവ്രമാണ്. സോ നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇവിടെ ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അടിപൊളി. ഇതാണ് TUS സ്ട്രീറ്റിൻ്റെ വ്യൂ. ഓർണമെൻറ്റ്സിൻ്റെ കടകളാണ് കേട്ടോ, വളകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ. എല്ലാത്തിലും ഒരു ഇസ്ലാമിക് ടച്ച് ഉണ്ട് ഇവിടെ. എല്ലാ ഷോപ്സിലുള്ള മുസ്ലിംസ് ഒരു സീൻ. ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ മോസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറാൻ നോക്കി, ബട്ട് എനിക്ക് ഇല്ല, എൻ്റെ കയ്യിൽ ബാഗുള്ളതുകൊണ്ട് ബാഗ് പുറത്ത് വെക്കണം, ക്യാമറ നോട്ട് അലൗഡ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനങ്ങോട്ട് പിന്നെ കയറാൻ നിന്നില്ല. ബാഗൊക്കെ ഇവിടെ വെക്കുമെന്നറിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിലാണ്. ഹൈദരാബാദ് ഓൾഡ് സിറ്റി എനിക്ക് തോന്നണേ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നവർ മാത്രം തോന്നണേ, മറ്റു മതക്കാരല്ലാത്തവർ മിക്കവരും മുസ്ലിംസാണ്. ഞാൻ ഒരു മതത്തിൽ അങ്ങനെ പറയാനില്ല, ഇവിടുത്തെ ഏരിയയിൽ മുസ്ലിംസ് കൂടുതലാണെന്ന് പറയണേ. അല്ലേ വണ്ടി കയറ്റി വിടുന്നില്ല കേട്ടോ പോലീസുകാർ. നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ ഉള്ളിൽ ലാഡ് ബസാർ എന്നുണ്ടോ, LED ലാഡ് ബസാർ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും തരേണ്ട ഷോപ്പ്, ഓർണമെൻറ്റ്സ് ആയാലും എന്ത് ഐറ്റം ഷോപ്പ് ഓണേഴ്സ് ഈവൻ മുസ്ലിംസാണ്. സോ ഒരു മുസ്ലിം ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ബീഫ് കിട്ടും കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുസ്ലിം ഏരിയസിൽ കിട്ടും. അപ്പോൾ മുസ്ലിം പള്ളികളുടെ ഏരിയയിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കാം. സോ അതാണ് ചാർമിനാറിൻ്റെ രാത്രി നൈറ്റ് വ്യൂ ഇവിടെ നിന്നുള്ള കാഴ്ച. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം, നിങ്ങളിതുപോലെ ഈ ഒരു സ്ഥലത്തൊന്ന് ഈ ഒരു मैजिकल व्यू കാണുന്നത്. भैया यूट्यूब चैनल है भैया. हेलो भाई, आप किधर से? इधर का ही हूँ, फुल सिटी. ओके ठीक है भाई. आप कहाँ से? केरला से. केरला. चैनल का नाम क्रूज ट्रैवलर. ഇവിടെ അങ്ങനെ വലിയ പദവിയിലിരിക്കുന്ന ആരൊക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരൊക്കെ ഒരു ടീംസിനെ കൊണ്ടുപോയി. അടുത്ത ഫോറിനേഴ്സ് ആരൊക്കെയോ ആണ്, ഇവരാരാന്ന് പോലും അറിയില്ല. ആരാന്നറിയില്ല കേട്ടോ, ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഈ വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നിട്ട് ഇവിടെയൊക്കെ. ഞാൻ ഓർത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ സ്പെഷ്യലായിട്ട് ആരോ വരുന്നത് കൊണ്ടാണ് ഇവരൊക്കെ കണ്ടത്.
ഇവരൊക്കെ ആരാ? ഇവരാരാന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല കേട്ടാ. നാളെയോ മറ്റന്നാളോ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേക്കും ഇവർ ഈ ഒരു പദവിയിലിരുന്നവരാരോ എന്നൊക്കെ അറിയുന്നത്. ഐ ഡോണ്ട് നോ. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഫുള്ള് പോലീസിക്കണേ. അപ്പം നമ്മുടെ ഈ ചാർമിനാർ ബിൽഡ് ചെയ്യുന്നില്ലേ 1591 സുൽത്താൻ മുഹമ്മദ് അലി കുബ് ഷായാണ് ബിൽഡ് ചെയ്തത്. ഇതിൻ്റെ ബിൽഡ് ചെയ്തെന്ന മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലേഗ് എന്ന് പറഞ്ഞൊരു രോഗം പിടിപെട്ട്. സോ അത് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയപ്പോൾ അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് സുൽത്താൻ അലി കുബ് ഷാ ഈ ഒരു ചാർമിനാർ ബിൽഡ് ചെയ്ത് കേട്ടാ. कोलासुर भयंकरी सर्व पाप हरे देवी महालक्ष्मी नमोस्तुते सर्वमंगल मांगल्ये शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते. അങ്ങനെ നമ്മൾ ചാർമിനാറിൻ്റെ വേറൊരു സൈഡ് വന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ടത്, അതായത് ഹിന്ദു ടെമ്പിൾ. ഇപ്പം എന്താ ഇവിടെ മതങ്ങളുടെ ഒരു മിക്സ്ചറാണ് പിന്നീടുള്ള കാഴ്ചയൊക്കെ കാണുന്നത്. ഇതാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ചിന്താഗതിയും മാറിക്കൊണ്ടിരിക്കും. ആദ്യം ഞാൻ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞ് അതിനോട് ഞാൻ യോജിക്കുന്നു. ഇവിടെ കാരണം കുറേ മുസ്ലിംസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള മോസ്കാണ്. അവിടെ കാണുന്ന ഒരു മോസ്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എൻട്രി കിട്ടിയില്ല. സോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് ടി വി കണ്ടാൽ അല്ലെങ്കിൽ ഫോണിൽ കണ്ടാൽ ആ ഒരു നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസുകളാണ്, നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. നല്ലതായാലും ചീത്തയായാലും എക്സ്പീരിയൻസുകൾ ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടില്ലല്ലോ. നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിനൊക്കെ ഇവിടെ വരാവുന്നതേ ഉള്ളൂ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ചെറിയൊരു പ്ലാൻ താഴ്ത്തിട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വരാനാണെങ്കിലും സ്ലീപ്പറിന് ഏകദേശം 1000 അതിൻ്റെ അണ്ടറിലേക്ക് കിട്ടും. 800 ആ റേഞ്ചൊക്കെ ഇവിടം വരെ കിട്ടും. സിക്കന്ദരാബാദിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് 6 കിലോമീറ്റർ എന്തോ ഉള്ളു വരാൻ ചാർമിനാർ. നമുക്ക് ഡയറക്റ്റ് ഇവിടെ വരാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് സ്റ്റേയും കാര്യങ്ങളും കിട്ടും. സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ കുറേ സ്കാമേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ സ്കാമേഴ്സ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളെല്ലാം ഓൺലൈൻ ത്രൂ ചെയ്യുക. ഇപ്പോൾ ടാക്സി എടുക്കാനാണെങ്കിലും റാപ്പിഡോ, ഓട്ടോക്കാണെങ്കിൽ റാപ്പിഡോ എടുക്കുക, അല്ലെങ്കിൽ റാപ്പിഡോ, ഓട്ടോ ഉണ്ട്, ടാക്സി ഉണ്ട്, ഊബർ ഉണ്ട്, അതൊക്കെ ചൂസ് ചെയ്യുക. അല്ലാണ്ട് ലോക്കൽ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അവർ പിഴിയും, കറക്കി പിഴിയും. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ, ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എത്തിയ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇന്ന് എനിക്ക് 65 രൂപയാണ് ചിലവായി ഇവിടെ എത്താൻ. പോകുമ്പോൾ കൂടും. അത് ഈവനിങ് ആയി ഇവിടെ ബസ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. സോ നിങ്ങൾ ഇവിടെ അടുത്ത് സ്റ്റേ എടുക്കണമെങ്കിൽ സീനില്ല, നിങ്ങൾക്ക് ആ ഒരു അധികം ബഡ്ജറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുക, എല്ലാവരും വരിക. എൻ്റെ കുറേ നാളത്തെ ഡ്രീം ലൊക്കേഷനായിരുന്നു. അവിടെ വന്നേക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. എന്താ പറയുക, അടിപൊളി. അടിവെയിറ്റിലും മഞ്ഞ് വീണ സുഖം എന്നൊക്കെ പറയില്ല. എനിക്കിപ്പോൾ ഇവിടെ ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഫീൽ ദ മൊമെൻറ്റ്. അത്രേ ഉള്ളൂ. എത്ര പൈസ ചിലവായിരുന്നു. ഞാനിവിടെ വന്നേക്കണ നിസ്സാര പൈസയൊക്കെ. എൻ്റെ ബഡ്ജറ്റ് ഞാൻ ആരുടെടുത്തും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറില്ല. ഞാൻ ഫുൾ ട്രാവൽ ചെയ്യുന്ന ജനറലാണ്. ഞാൻ വീഡിയോനെ ആദ്യം പറയില്ലേ, നമ്മുടെ വീഡിയോസ് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏക ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടും. എങ്ങനെ എന്തൊക്കെ സ്കാം വരും ഇതൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരും. അതാണ് ഒരു ബെനഫിറ്റ്. ഞാൻ തന്നെ ആലോചിച്ചു എൻ്റെ വീഡിയോ എന്തിനാ ആൾക്കാർ കാണുന്നത്, അതുകൊണ്ട് എന്താ ഗുണം. സോ അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തലയിൽ വന്നൊരു കാര്യമാണ്, ഞാൻ ബഡ്ജറ്റായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്യുന്നതൊക്കെ കുറവാണ്, ബഡ്ജറ്റ് ട്രാവൽ. സോ ബഡ്ജറ്റ് ട്രാവൽ ഇൻ ഇന്ത്യ
അതാണ് എൻ്റെ വീഡിയോസ്. ഔട്ട് സൈഡ് പോകുമ്പോഴും നമ്മൾ ബഡ്ജറ്റ് ആയിരിക്കും, പക്ഷേ ഔട്ട് സൈഡ് പോകാറൊന്നും ആയിട്ടില്ല, കയ്യിൽ പൈസ ഇല്ല. പൈസ വരും, പൈസ ഉണ്ടാകും, എന്നിട്ട് പോകും. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് മക്ക മസ്ജിദാണ് കേട്ടോ. നമ്മൾ എൻട്രി അലൗഡ് ചെയ്തില്ല, ബാഗ് കയറ്റില്ലെന്ന് പറയില്ല, അതാണ് മക്ക മസ്ജിദാണ്. ഇതിൻ്റെ അകത്തോട്ട് ബാഗും ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഇതുണ്ടോ മക്ക മസ്ജിദിൻ്റെ എൻട്രി ആണിത്. ഇതുകൊണ്ട് ഇവിടുത്തെ വളകളുടെ കടകൾ. ചോളമൊക്കെ കിട്ടിട്ട് ഇവിടെ, പുഴുങ്ങിയ ചോളം. ഇതിൻ്റെ മണം ഓടിച്ചാൽ നമുക്ക് വാങ്ങാൻ തോന്നും. ഞാൻ കൺട്രോൾ ചെയ്ത് വെക്കണേ, നമുക്ക് മാക്സിമം ബഡ്ജറ്റ് പിടിക്കണം. അവിടെ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടും കേട്ടോ 20 രൂപക്ക്. ഇവിടെ സമൂസ കിട്ടും, മസാല. ഇവിടെ പിന്നെ ബാംഗിൾസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. हेलो तू ऑटो वाला? ऑटो वाले ओ नाम बता नाम। खानदानी पैसे वाले हम लोग 3000 कमाते डेली। 3000 रिच कमाते रिच बॉयज। रिच बॉय आया है, रिच आ गए थे कौन नहीं दियो मामा रिचा। ये जादू ठीक है भाई, ये जादू അവിടെ നിന്ന് നൈസായിട്ട് ഇടാട്ടോ. എല്ലാവരും ക്യാമറസ് വെച്ചിട്ടുണ്ട്. എത്ര രൂപയെന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ 20,000 എന്ന് പറഞ്ഞു. 20,000 ഒന്നും അല്ല ഇതിൻ്റെ വില. നമ്മൾ മാക്സിമം 10,000 ഒക്കെ പറഞ്ഞാൽ അവന്മാർ പിടിക്കും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഞാൻ പിന്നെ 20,000 പറഞ്ഞത്. നോക്കുമ്പോൾ ക്യാമറൻ്റെ ആള് കൂടണം. ഇവിടെയുള്ളവർ ഇതൊന്നും കണ്ടിട്ടില്ലേ? എന്താ പറയുക, ഞാനൊന്ന് പേടിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ക്യാമറ ചോദിച്ചു. അപ്പം ഞാൻ ഈ വള്ളി ഇട്ടിട്ടുണ്ട് കയ്യിൽ. ആ ഒരു ഇതിലാണ് എൻ്റെ കയ്യിൽ കൊടുത്തത്. ഞാൻ കൊടുത്തിട്ട് അപ്പം തന്നെ തന്നു. നമ്മൾ ഏണിയിടാൻ നിൽക്കരുത്, നൈസായിട്ട് ഒരു സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുക. യാത്രകളോട് ഇങ്ങനെയൊക്കെ പഠിക്കും കേട്ടോ. ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സ്മൂത്തായിട്ട് ഡീൽ ചെയ്യണം, ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഞാൻ പക്ക ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. മിണ്ടിക്കഴിഞ്ഞാൽ സംസാരിക്കും, ആ ഒരു മൂഡിൽ ആംബിവേർട്ട്, ആ ഒരു ഇതാണ്. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം നൈസായിട്ട് ഡീൽ ചെയ്യണ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ചാർമിനാറിൻ്റെ വ്യൂ കണ്ടിരിക്കണേ. ഇനിയിപ്പോൾ ഇവിടെ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് വരുമോയെന്നറിയില്ല. എന്തായാലും ചാർമിനാറിൻ്റെ വ്യൂ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. നമ്മളങ്ങനെ ഇപ്പോൾ ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നിനും കൊള്ളൂല ഇത്. കരിമ്പിൽ എത്രത്തോളം വെള്ളം ചേർക്കാൻ പറ്റും അത്രയും വെള്ളം ചേർത്ത ജ്യൂസാണ്. കരിമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെ മസാലയില്ല, അതിട്ടുണ്ട്. വയറിന് എന്താവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ട്, അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.